നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. മഹാഭാരതത്തിലൂടെ ഒരു തീർത്ഥാടനം എന്ന പ്രഭാഷണ പരമ്പരയുടെ ഈ ആഴ്ചയിലേക്ക് എല്ലാവരെയും പ്രത്യേകം ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം. മഹാഭാരതത്തിലൂടെ തീർത്ഥാടനം 22ാം ഭാഗത്തേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നിമിത്തങ്ങളിലും ശകുനങ്ങളിലുമൊക്കെ വിശ്വസിക്കുന്നവരാണ് നമുക്ക്. പലപ്പോഴൊക്കെ നമുക്കൊരു വഴിയിലേക്ക് ഒരു യാത്രയ്ക്ക് ഇറങ്ങുമ്പോൾ ആ യാത്ര ശുഭപര്യവസാനം ആയില്ലെങ്കിൽ നമ്മളെ ശകുനത്തെയൊക്കെ നമ്മൾ ആദ്യം കണ്ട യാത്രയ്ക്ക് ഇറങ്ങിയപ്പോൾ കണ്ട ശകുനത്തെയൊക്കെ കുറ്റപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഏതൊരു കാര്യത്തിന്റെയും തുടക്കം ഭംഗിയായാലേ ഒടുക്കവും ഭംഗിയാകൂ എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളൊക്കെ. അത്തരമൊരു ദുശകുനത്തെക്കുറിച്ച്, അത്തരമൊരു ശകുനം അത് ദുശകുനമായി മാറിയപ്പോൾ ഉണ്ടായ ചില സംഭവങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ഈ ഭാഗത്ത് പ്രതിപാദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ശകുനത്തെ പോലെ തന്നെ നമുക്കറിയാം, ജ്ഞാനപ്പാലയിൽ പൂന്താനം പറഞ്ഞിട്ടുണ്ട്, 1 കിട്ടിയാൽ 10 എന്നും 10 കിട്ടിയാൽ 100 എന്നും 100 കിട്ടിയാൽ 1000 വേണമെന്നും ആഗ്രഹിക്കുന്നവരാണ് നമുക്ക്. അപ്പോൾ അത്യാഗ്രഹവും ഒരു ദുശകുനവും ചിലവരുടെയൊക്കെ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങളെ കുറിച്ച് ആണ് ഇന്നത്തെ ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, വാരണാവതത്തില് പാണ്ഡവരെ അപായപ്പെടുത്തുവാനുള്ള കൗരവരുടെ ശ്രമമൊക്കെ പരാജയപ്പെടുത്തിക്കൊണ്ട് പാണ്ഡവർ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. അമ്മയായ കുന്തിദേവിയും ഒരുമിച്ച് കാട്ടിലും വനങ്ങളിലും അലഞ്ഞു നിന്ന് മറ്റാരാലും അറിയപ്പെടാതെ അങ്ങനെ അവർ ജീവിച്ചു പോവുകയാണ്. ആ സമയത്താണ് ദ്രുപദ രാജധാനിയിൽ ദ്രുപദ രാജാവിന്റെ മകളായ ദ്രൗപദിയുടെ സ്വയംവര പന്തയം നടക്കുന്നത്. ആ സ്വയംവര പന്തയത്തില് അർജുനൻ വിജയിക്കുകയും ദ്രൗപദിയെ അർജുനൻ അടക്കമുള്ള പാണ്ഡവർക്ക് സ്വന്തമാകുകയും ചെയ്യുകയാണ്. ദ്രൗപദിയെ പാണ്ഡവര് വിവാഹം കഴിക്കുന്നു. പാണ്ഡവർക്ക് ദ്രൗപദനുമായുള്ള ബന്ധത്തിലൂടെ, ദ്രൗപദനുമായിട്ടുള്ള സഖ്യത്തിലൂടെ പാണ്ഡവർക്ക് ബന്ധുബലം കൂടുകയാണ്. പാണ്ഡവരുടെ ദ്രൗപദി പ്രണയത്തെ കുറിച്ച് അറിഞ്ഞ ധൃതരാഷ്ട്രൻ ആപത്ത് മണത്തു. പാണ്ഡവരെ അല്ലെങ്കിൽ അവരെ അവഗണിച്ചാൽ അത് തനിക്കും തന്റെ മക്കൾക്കും ദോഷകരമാകുമെന്ന് മനസ്സിലാക്കിയ ധൃതരാഷ്ട്രൻ അവരെ ക്ഷണിക്കുകയാണ് ഹസ്തിനപുരത്തേക്ക്. മാതാവായ കുന്തിയും ഒരുമിച്ച് അവർ ഹസ്തിനപുരത്തെത്തുന്നു. പാണ്ഡവരും കൗരവരും തമ്മിലുള്ള ആ വിഷയം അല്ലെങ്കിൽ അവർ തമ്മിലുള്ള വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടി രാജ്യത്തെ 2ആയി പകുത്തു നൽകുകയാണ് ധൃതരാഷ്ട്രൻ. ഗാണ്ഡവപ്രസ്ഥം എന്ന ഭാഗം മലകളും കാടുകളുമുള്ള താമസയോഗ്യമല്ലാത്ത പ്രസ്ഥം എന്ന ഭാഗം പാണ്ഡവർക്ക് കൊടുക്കുന്നു. പാണ്ഡവരാകട്ടെ അസുരശില്പിയായ മയന്റെ സഹായത്തോടു കൂടി മനോഹരമായ ഒരു രാജധാനി, ഇന്ദ്രപ്രസ്ഥം എന്ന രാജധാനിയോടെ പണികഴിപ്പിക്കുകയാണ്. അങ്ങനെ പണികഴിപ്പിച്ച് യുധിഷ്ഠിരൻ പ്രജാതൽപരനായ രാജാവായി യുധിഷ്ഠിരൻ അവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ യുധിഷ്ഠിരൻ മനസ്സിലേക്ക് മറ്റൊരു ആഗ്രഹം. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ 1 കിട്ടിയാൽ 10 എന്നും 10 കിട്ടിയാൽ 100 എന്നും 100 കിട്ടിയാൽ 1000 എന്നുമുള്ള തോന്നൽ പോലെ വെറും രാജാവായി ഇരുന്നാൽ പോരാ, ഞാൻ രാജാക്കന്മാരുടെ രാജാവ്, ചക്രവർത്തിയായി എനിക്കത് മാറണം. യുധിഷ്ഠിരന്റെ മനസ്സിലൊരു ആഗ്രഹം. യുധിഷ്ഠിരൻ വേഗം അതിനുവേണ്ടി ഒരു രാജസൂയ യജ്ഞം നടത്താൻ തീരുമാനിച്ചു. ആ യജ്ഞം ആരംഭിക്കുന്നതിന് മുമ്പ് അയൽ രാജ്യത്തെ രാജാക്കന്മാര് യുധിഷ്ഠിരന്റെ അധീശത്വം അംഗീകരിക്കണം. ഇതറിയുവാനായി തന്റെ സഹോദരന്മാരെ വലിയൊരു പടയോടുകൂടി വിവിധ രാജ്യങ്ങളിലേക്ക് അയക്കുകയാണ്. ഭൂരിപക്ഷം രാജ്യങ്ങളൊക്കെ യുധിഷ്ഠിരന്റെ അധീശത്വം അംഗീകരിച്ചു. എന്നാൽ അംഗീകരിക്കാത്ത കുറച്ച് രാജ്യങ്ങളുണ്ടായി. മധുര ഭരിച്ചിരുന്ന ജരാസന്ധൻ യുധിഷ്ഠിരനെ പാണ്ഡവരെ അംഗീകരിച്ചില്ല. ആ ജരാസന്ധനെ ഭീമസേനൻ വധിച്ച് ആ രാജ്യവും അങ്ങനെ എതിർത്ത രാജ്യങ്ങളെയൊക്കെ തങ്ങളുടെ കൂട്ടത്തില് യുധിഷ്ഠിരന്റെ സഹോദരന്മാരെ ചേർക്കുകയാണ്. രാജസൂയ യജ്ഞം ആരംഭിക്കാൻ പോകുന്നു. വേദി ഒരുങ്ങുന്നു. അയൽ രാജ്യത്തെ രാജാക്കന്മാരൊക്കെ എത്തിയിട്ടുണ്ട്. ദുര്യോധന അടക്കമുള്ള കൗരവരെത്തിയിട്ടുണ്ട്. വന്നു ചേർന്ന രാജാക്കന്മാരുടെ പദവി അനുസരിച്ച് യജ്ഞത്തിന്റെ ഓരോ ചുമതലകളും യുധിഷ്ഠിരൻ ആ രാജാക്കന്മാർക്ക് നൽകുകയാണ്. ആ യജ്ഞത്തിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കേണ്ടത്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, അഗ്രപൂജ എന്നൊരു ചടങ്ങുണ്ട്. ക്ഷണിക്കപ്പെട്ട അതിഥികളിൽ
ഏറ്റവും പ്രഗത്ഭനായ ഒരാളെ യഥാസ്ഥാനത്തിലെത്തി പൂജിച്ചുകൊണ്ടാണ് യജ്ഞം ആരംഭിക്കേണ്ടത്. അഗ്രപൂജയ്ക്കായി യുധിഷ്ഠിരൻ തിരഞ്ഞെടുത്തത് ഭഗവാൻ ശ്രീകൃഷ്ണയായിരുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണനെ അഗ്രപൂജയ്ക്ക് വേണ്ടി ഇരുത്തി അദ്ദേഹത്തിന് പൂജ ചെയ്യാൻ തുടങ്ങിയപ്പോൾ യജ്ഞവേദിയിൽ നിന്ന് ഒരു അപസ്വരം ഉയർന്നു. മറ്റാരുമല്ല, ചേതി രാജാവായ ശിശുപാലൻ ശ്രീകൃഷ്ണനെ അപമാനിച്ചുകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് വാക്കുകൾ ഉച്ചരിക്കാൻ തുടങ്ങി. വളരെ മോശമായ രീതിയിൽ ശ്രീകൃഷ്ണനെ ആക്ഷേപിക്കുകയാണ് ശിശുപാലൻ. ഒരിക്കലും കരയാത്ത, ഒരിക്കലും ദേഷ്യഭാവമില്ലാത്ത ശ്രീകൃഷ്ണൻ സ്വതസിദ്ധമായ പുഞ്ചിരിയോടുകൂടി ശിശുപാലന്റെ ആക്ഷേപവാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നു, അപവാദങ്ങൾ ഉന്നയിക്കുന്നു. അത് ആക്ഷേപങ്ങളും അപവാദങ്ങളും 100 കഴിഞ്ഞപ്പോൾ 101ാമത് അപവാദം ഉന്നയിച്ചപ്പോൾ ശ്രീകൃഷ്ണൻ തന്റെ ആയുധമായ സുദർശന ചക്രം ഉപയോഗിച്ച് ശിശുപാലനെ വധിക്കുന്നു. അങ്ങനെ ശിശുപാലന്റെ രക്തം രാജസൂയ യജ്ഞവേദിയിൽ താഴെ വീണ് പടരുകയാണ്. ആ രക്തം ഒഴുകുകയാണ്. പിന്നീടുള്ള കഥ നമുക്കറിയാം. രാജസൂയ യജ്ഞം യുധിഷ്ഠിരൻ ഭംഗിയായി നടത്തിയെങ്കിലും ആ യജ്ഞവേദിയിൽ ഒഴുകിയ ശിശുപാലന്റെ രക്തം യുധിഷ്ഠിരന്റെ ജീവിതത്തിൽ വരുത്തി, അല്ലെങ്കിൽ പാണ്ഡവരുടെ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങൾ. അതിനു മുമ്പ് പറയട്ടെ, കൃഷ്ണനും ശിശുപാലനും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. പൂർവ്വചരിത്രമാണത്. ചേതി രാജാവിന്റെ മകനാണ് ശിശുപാലൻ. ശിശുപാലന്റെ അമ്മയാകട്ടെ ഭഗവാൻ കൃഷ്ണന്റെ പിതാവായ വസുദേവരുടെ മാതാവ്. ശിശുപാലൻ ജനിച്ചു വീണപ്പോൾ 3 തലകളും 4 കൈകളുമുള്ള വികൃത രൂപമായിരുന്നു ആ കുഞ്ഞിന്. ആ കുഞ്ഞിന്റെ വികൃത രൂപം കണ്ട് അച്ഛനായ രാജാവ് കൊല്ലാൻ ഒരുങ്ങിയപ്പോൾ ഒരു അശരീരി വന്നു. ഈ കുഞ്ഞ് മിടുക്കനായ ഒരു ഭരണാധികാരിയായി തീരുമെന്നും ഈ കുഞ്ഞിനെ കാണാൻ വരുന്ന അതിഥികളിൽ ഒരാൾ കുഞ്ഞിനെ മടിയിലിരുത്തി കഴിയുമ്പോൾ ആ കുഞ്ഞിന്റെ വികൃത രൂപം മാറുമെന്നും എന്നാൽ അയാൾ കുഞ്ഞിന്റെ അന്തകനായി തീരുമെന്നുമായിരുന്നു അശരീരി. തന്റെ അമ്മായിയുടെ അച്ഛൻ തങ്ങളുടെ മകനെ കാണുവാൻ വേണ്ടി ബലരാമനും ശ്രീകൃഷ്ണനും ദ്വാരകയിൽ നിന്ന് ചേതിരായത്തെത്തി. കൃഷ്ണൻ ആ കുഞ്ഞിനെ എടുത്ത് മടിയിൽ വെച്ചപ്പോൾ ആ കുഞ്ഞിന്റെ വികൃത രൂപം മാറി. കൊട്ടാരം ആകെ സന്തോഷത്തിലായി. കാരണം എന്താ, യുവരാജാവ് വികൃത രൂപത്തിലായിരുന്നു. ആ യുവരാജാവിന്റെ വികൃത രൂപം മാറി. കൊട്ടാരമാകെ ആഹ്ലാദത്തിന്റെ അലകൾ അടിച്ചു. പക്ഷെ അപ്പോൾ ശിശുപാലന്റെ അമ്മ, കൃഷ്ണന്റെ അമ്മായി, അച്ഛൻ പെങ്ങൾ, അവരുടെ മനസ്സ് നേറുകയായി. തന്റെ മരുമകനായ കൃഷ്ണൻ തന്റെ മകന്റെ അന്തകനായി തീരുമല്ലോ എന്ന് ഉള്ള വേദനയിൽ ശിശുപാലന്റെ അമ്മ കൃഷ്ണനെ പ്രാർത്ഥിച്ചു, എന്റെ മകനെ ഒന്നും ചെയ്യരുത്. അവിടെ കൃഷ്ണന് വാക്ക് കൊടുക്കുകയാണ്, ശിശുപാലൻ എനിക്കെതിരെ എന്നെ പറ്റി 100 അപവാദങ്ങൾ വരെ പറഞ്ഞാൽ ഞാൻ ക്ഷമിക്കും, 101ാമത്തെ അപവാദം പറഞ്ഞാൽ ഞാൻ ക്ഷമിക്കില്ല. രാജസൂയ യജ്ഞവേദിയില് 101ാമത്തെ അപവാദം വന്നപ്പോഴാണ് ശിശുപാലനെ കൃഷ്ണൻ വധിച്ചത്. അങ്ങനെ ശിശുപാലന്റെ ചോര രാജസൂയ യജ്ഞവേദിയിൽ ഒഴുകി. യജ്ഞമൊക്കെ ഭംഗിയായി പൂർത്തീകരിച്ചു. പക്ഷേ ആ യജ്ഞവേദിയിൽ നടന്ന ശകുനം, അപശകുനം എന്ന് പറയാം, ആ അപശകുനം പിന്നീട് പാണ്ഡവരുടെ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങൾ. യജ്ഞം ഭംഗിയായി പൂർത്തീകരിച്ചെങ്കിലും പിന്നീട് പാണ്ഡവർക്ക് നേരിടേണ്ടി വന്നത് കുറെ ദുരന്തങ്ങളായിരുന്നു. കൗരവ സദസ്സിൽ വെച്ച് അപമാനിതരായ പാണ്ഡവർ, രാജ്യവും രാജാധികാരവും നഷ്ടപ്പെട്ട് കാട്ടിലും വനത്തിലും വനവാസവും അജ്ഞാതവാസവുമായി 13 വർഷം ജീവിക്കേണ്ടി വന്ന പാണ്ഡവർ യുദ്ധത്തിൽ ജയിച്ചു കഴിഞ്ഞപ്പോഴോ സഹോദരനായ കർണൻ അടക്കമുള്ള ഉറ്റവരും ബന്ധുക്കളും നഷ്ടപ്പെട്ട സാഹചര്യം. തങ്ങൾക്ക് ഈ അധികാരം ഏൽപ്പിച്ചു കൊടുക്കേണ്ട സന്തതി പരമ്പരകളില്ല. ദ്രൗപദിയിലുണ്ടായ മകൻ മരിച്ചു, സുഭദ്രയിൽ അർജുനുണ്ടായ അഭിമന്യു മരിച്ചു, ഭീമന് ഇടുമ്പിയിലുണ്ടായ ഘടോത്കചൻ മരിച്ചു. അങ്ങനെ എല്ലാ മക്കളും നഷ്ടപ്പെട്ട് അധികാരം കൈമാറുവാൻ മക്കളില്ലാത്ത പേരക്കുട്ടിക്കാണ് കൊടുക്കേണ്ടി വന്നത് യുധിഷ്ഠിരൻ ഭരണം അവസാനിപ്പിച്ച് പോകുമ്പോൾ. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പാണ്ഡവർ എത്തിച്ചേർന്നു. ധർമ്മ താല്പര്യരായിരുന്നു പാണ്ഡവർ എന്ന് നമുക്കറിയാം. ഭഗവാൻ കൃഷ്ണന്റെ അനുഗ്രഹം അവർക്കുണ്ടായിരുന്നു നമുക്കറിയാം. പക്ഷേ പാണ്ഡവർക്ക് ഈ ഒരു അവസ്ഥ നേരിടേണ്ടി വന്നത് ആ രാജസൂയ യജ്ഞത്തിലെ അപശകനമാണോ, നേരത്തെ പറഞ്ഞ പോലെ പൂന്താനം പറഞ്ഞ പോലെ 1 കിട്ടിയാൽ 10, 10 കിട്ടിയാൽ 100, 100 കിട്ടിയാൽ 1000 എന്ന പോലെ ചക്രവർത്തിയാകാനുള്ള യുധിഷ്ഠിരന്റെ മോഹമാണോ? അത് ചിന്തിക്കുക. നന്ദി, നമസ്കാരം. മറ്റൊന്നും ഇല്ലാതല്ല,
മറ്റേതും ഇതുപോലെയാവില്ല. ടോപ്പ് ഇൻ ടൗൺ പാലക്കാട്. സന്ദർശിക്കുക ടോപ്പ് ഇൻ ടൗൺ.